ദുൽഖർ സൽമാന്റെ എളംകുളത്തെ വീട്ടിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ദുൽഖർ സൽമാന്റെ പക്കലുള്ളത് നിസാനിന്റെ പാട്രോൾ എന്നൊരു വാഹനമാണ്. ഒപ്പം തന്നെ പൃഥ്വിരാജിന്റെ കയ്യിലിരിക്കുന്നത് ഡിഫൻഡർ വാഹനമാണ്. അത് ലാൻഡ് റോവറിന്റെ ഡിഫൻഡർ വാഹനം. മറ്റൊന്നുകൂടി, അതായത് കൊച്ചിയിൽ മറ്റൊരു പരിശോധന കൂടി നടക്കുന്നത് അമിത് ചക്കാലക്കൽ, സിനിമാ താരമായ അമിത് ചക്കാലക്കലിന്റേതാണ്. അമിത് ചക്കാലക്കലിന്റെ കയ്യിലിരിക്കുന്ന വാഹനം അത് ടൊയോട്ട പ്രാഡോ വാഹനമാണ്. ഇതെല്ലാം തന്നെ വിന്റേജ് വാഹനങ്ങളാണ്. വിന്റേജ് വാഹനങ്ങളെ ചെറിയ തുകക്ക് വിദേശത്ത് കുറച്ച് നമ്പറുകൾ മാത്രം ഇറങ്ങിയ വാഹനങ്ങളാണ്. ആ കാലത്ത് അധികം വാഹനങ്ങൾ നിരത്തുകൾ ഇല്ല. ആ കാലത്ത് ആ വാഹനങ്ങൾ കണ്ടെത്തുകയും ആ വാഹനങ്ങൾ പിന്നീട് ഭൂട്ടാൻ അടക്കമുള്ള രാജ്യങ്ങളിലൂടെ നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് എത്തുന്നതാണ് രീതി. ഇതിന് കൃത്യമായി രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന സംഘങ്ങൾ തന്നെയുണ്ട്. ഇത്തരം വാഹനങ്ങളുടെ ഇടപാടുകൾക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ രാജ്യവ്യാപകമായുണ്ട്. ഈ സംഘങ്ങൾ അതിന് കൃത്യമായ മാർഗങ്ങളും രൂപീകരിച്ചിട്ടുണ്ട്. ഈ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് ഇത്തരം വാഹന പ്രേമികളുടെ കയ്യിലേക്ക് മോഹവില കൊടുത്ത് വാങ്ങാൻ കാത്തിരിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ രീതി എന്നുള്ളത് ഇത്തരം ഇടങ്ങളിൽ നിന്ന് വാഹനങ്ങൾ സ്വന്തമാക്കുന്നു. അത് പല വിലക്കായിരിക്കും വാഹനങ്ങൾ സ്വന്തമാക്കുന്നത്. ഈ സ്ക്രാപ്പ് വില, അതായത് ഈ വാഹനത്തിൻ്റെ പഴക്കമെല്ലാം കണക്കാക്കിക്കൊണ്ട് ഈ വാഹനം നിരത്തിൽ ഓടാൻ കഴിയാത്ത നിലയിലുള്ളപ്പോഴൊക്കെ ആയിരിക്കും സ്വന്തമാക്കുക.